നമസ്കാരം. CPM-കാരിൽ പലരും UDF-ന് വോട്ട് ചെയ്തത് പിണറായി വിരുദ്ധത കൊണ്ട് മാത്രമല്ല, 10 വർഷമായി അവരുടെയൊക്കെ കൈ തരിക്കുകയാണ് ഒരു നല്ല സമരം ചെയ്തിട്ട്. ഒരു SFA-കാരനും DYFA-കാരനും മുമ്പോട്ട് വളരണമെങ്കിൽ, MLA-യോ MP-യോ ഒക്കെ ആയി മാറണമെങ്കിൽ അത്യാവശ്യം തല്ലുകൊള്ളുകയും ബഹളം വയ്ക്കുകയും ഒക്കെ വേണം. എന്നാൽ 10 വർഷമായി കേരളം ഭരിക്കുന്നത് പിണറായി ആയതുകൊണ്ട്, സമരത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ന്യായീകരിക്കുക എന്ന ഒരൊറ്റ പണിയിൽ ഒതുങ്ങി SFA-കാരുടെയും DYFA-കാരുടെയും ജീവിതം. അതുകൊണ്ട് തന്നെ അവർ വെമ്പുകയായിരുന്നു സമരം ചെയ്യാനും ജനജീവിതം സ്തംഭിപ്പിക്കാനും. പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നത് വരെ അവർ കാത്തുനിന്നില്ല. ഇന്നലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസര പ്രദേശത്തെ SFA-കാരുടെ പടുകൂറ്റൻ സമരം നടന്നു. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള AG's ഓഫീസിലേക്ക് SFA-കാർ ഇന്നലെ പടുകൂറ്റൻ മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റ് പരിസര പ്രദേശം മുഴുവൻ മണിക്കൂറുകളോളം സ്തംഭിച്ചു. AG's ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച SFA-കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനിടയിൽ SFA നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാരോപിച്ച് SFA-കാർ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ച SFA-കാരെ പോലീസ് അടിച്ചോടിച്ചു. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു സെക്രട്ടേറിയറ്റ് പരിസര പ്രദേശത്തെ പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നത്. SFA-കാർ ഊർജ്ജസ്വലതയോടെ രംഗത്തെത്തിയിരിക്കുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു SFA-യുടെ ഇന്നലത്തെ AG's ഓഫീസ് മാർച്ച്. ഇനി വരാൻ പോകുന്ന ദിനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ SFA-കാർ ചെയ്തത്. SFI-യും DYFA-യും CITU-യും CPM-ഉം ഒക്കെ മത്സരിച്ച് സമരരംഗത്തിന് തയ്യാറാവുന്നു. അവർക്കിനി വേണ്ടത് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നത് മാത്രമാണ്. ഇന്നലെ വരെ ഇവരൊക്കെ എന്തിനൊക്കെ ഓശാന പാടിയോ അതിനെതിരെയൊക്കെ ഇന്നു മുതൽ അവർ സമരം പ്രഖ്യാപിക്കും. ഇതിനിടയിൽ നീറ്റ് പരീക്ഷയുടെ ദുരന്തത്തിന് ഇരയായ കുട്ടികൾ സങ്കടത്തോടെ രംഗത്ത് വരുന്നു. 22 ലക്ഷത്തിൽ അധികം കുട്ടികളാണ് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്തത്. കേരളത്തിൽ മാത്രം 1,08,000 കുട്ടികൾ പങ്കെടുത്തു. നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കണമെങ്കിൽ വസ്ത്രം പോലും മാറ്റി നോക്കുന്ന സുരക്ഷയാണ് പരീക്ഷാ സംഘാടകർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ചോദ്യപേപ്പർ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ അവർക്കറിയില്ല. നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ രാജ്യത്ത് MBBS-ഉം BDS-ഉം പഠിക്കാൻ കഴിയും. ആ പ്രതീക്ഷയോടുകൂടി 1-2 വർഷം പരിശീലനത്തിന് മാത്രം പോയി കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച പരീക്ഷയാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഓർമ്മ പരീക്ഷിക്കുന്ന ഒന്നാണെന്നറിയാം. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിയുമ്പോൾ തന്നെ തലയിൽ നിന്നും അത് ഇറക്കിക്കളയുന്നതാണ് കുട്ടികളുടെ പതിവ്. ഈ കുട്ടികളെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചത് തലയിൽ നിന്നും ഇറക്കിക്കഴിഞ്ഞു. എന്നാൽ അധികൃതർ പറയുന്നത് ഒരാഴ്ചയ്ക്കകം നീറ്റ് പരീക്ഷയുടെ പുതിയ തീയതി പ്രഖ്യാപിക്കുമെന്നാണ്. 1-2 മാസം എടുത്തെന്ന് വരാം. ഇനിയും വൈകി നടക്കുന്ന പരീക്ഷയുടെ ഫലം വരുമ്പോഴേക്കും കുട്ടികളുടെ ഒരു വർഷം തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം. എൻട്രൻസ് കിട്ടും എന്ന് കരുതി നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ ആഘോഷങ്ങളിലേക്ക് മാറിയിരുന്നു. അവരൊക്കെ വീണ്ടും കുത്തിയിരുന്ന് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു പരീക്ഷ നമ്മൾ പഠിച്ചെഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോവുക നമ്മുടെ സ്വാഭാവിക രീതിയാണ്. എന്നാൽ മറന്നതൊക്കെ വീണ്ടും ഓർത്തെടുക്കേണ്ട, വീണ്ടും പഠിക്കേണ്ട ഗതികേടിലേക്ക് കുട്ടികളെ തള്ളിവിട്ടിരിക്കുന്നു അധികാരികൾ. 200 ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയ്ക്കുള്ളത്. 180 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഒരു ചോദ്യത്തിന് 4 മാർക്കാണ് കിട്ടുന്നത്. അങ്ങനെ ആകെ 720 മാർക്ക്. ഈ 180 ചോദ്യങ്ങൾ എഴുതേണ്ടടുത്ത് 130 ചോദ്യങ്ങളും ലീക്കായ ചോദ്യപേപ്പറിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നാസിക്കിലെ ചോദ്യപേപ്പർ അടിച്ച പ്രസ്സിൽ നിന്നാണ് ഇത് ലീക്കായതെന്ന് കണക്കാക്കപ്പെടുന്നു. എൻട്രൻസ് പരീക്ഷ മാഫിയ കോടികളുടേതാണ്. രാജസ്ഥാനിലും കേരളത്തിലുമടക്കം നിരവധി എൻട്രൻസ് പരിശീലന സെൻ്ററുകളുണ്ട്. ഇത്തരം സെൻ്ററുകൾ മത്സരങ്ങളുടെ ഭാഗമായി ചോദ്യപേപ്പർ ചോർത്തിയെടുത്ത് ഉപയോഗിക്കുന്നെന്ന ആരോപണം പണ്ടേയുണ്ട്. ഇക്കുറി അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ സംഭവിച്ചതോടെ വലിയ ദുരന്തമായി മാറി. നാസിക്കിലെ പ്രസ്സിൽ നിന്നും ഭോപ്പാലിലെ മെഡിക്കൽ വിദ്യാർത്ഥിയ ശുഭം വൈർനാറിൻ്റെ കയ്യിലാണ് ആദ്യം ഈ ചോദ്യപേപ്പർ കിട്ടുന്നത്. നാസിക്കിലെ പ്രസ്സിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ചിലർ 10 ലക്ഷം രൂപ വാങ്ങി അത് ശുഭത്തിന് കൈമാറി എന്നാണ് റിപ്പോർട്ട്. ശുഭം അത് 15 ലക്ഷം രൂപയ്ക്ക് നിരവധി പേർക്ക് വിറ്റു. പിന്നീട് പല എൻട്രൻസ് പരിശീലന സെൻ്ററുകളിലേക്കും എത്തുന്നു. കേരളത്തിൽ പോലും അത് എത്തപ്പെടുന്നു. PDF ആക്കിയായിരുന്നു ഇത് കൈമാറ്റം ചെയ്തിരുന്നത്. പണം നൽകുന്നവർക്ക് കൊടുക്കുന്നതായിരുന്നു രീതി. അങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇത് പടർന്നു പന്തലിക്കുന്നു. ഇതിനിടയിൽ പ്രൈവറ്റ് മാഫിയ എന്നു പേരുള്ള ഒരു ടെലിഗ്രാം അക്കൗണ്ടിലും ചോദ്യപേപ്പർ പ്രചരിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഇത് ചോർന്നതായി സംശയമുണ്ടായിരുന്നു. എന്നാൽ NCT അതെല്ലാം നിഷേധിക്കുകയായിരുന്നു. എന്നാൽ രാജസ്ഥാൻ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുകയും അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് CBIക്ക് കൈമാറുകയുമായിരുന്നു. CBI ഈ ശൃംഖലയെ മുഴുവൻ പിടികൂടിയിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്.
കേരളത്തിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. ഇതാദ്യമല്ല നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നത്. 2024 ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളുണ്ടാവുകയും സുപ്രീം കോടതി ഇടപെടുകയും ചെയ്തു. തുടർന്ന് രാധാകൃഷ്ണൻ കമ്മീഷൻ വെച്ചു. രാധാകൃഷ്ണൻ കമ്മീഷൻ നിരവധി സുരക്ഷാ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു. കൊറിയർ ഏജൻസികൾക്ക് അന്വേഷണം വേണം, കൈകാര്യം ചെയ്തതിന് പ്രോട്ടോകോൾ വേണം, പ്രിന്റിംഗ് പിഴവ് ഉറപ്പുവരുത്തണം, ജിയോ ടാഗിംഗ് നടത്തണം, കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഡിങ്ങിലൂടെ കൊണ്ടുപോകണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും നടപ്പിലാക്കിയില്ല. നിരവധി തവണ എൻട്രൻസ് പരീക്ഷയിൽ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച ആരോപിക്കപ്പെട്ടിട്ടും അതിന് പരിഹാരമുണ്ടാക്കാൻ ഇതുവരെ പരീക്ഷ നടത്തിപ്പുകാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, സുപ്രീം കോടതിയും നിരവധി ഹൈക്കോടതികളും പലപ്പോഴും ഇത്തരം പരീക്ഷകളുടെ മേലും പാഠപുസ്തകങ്ങളുടെ മേലും ഇടപെട്ടിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്തായാലും രാജ്യത്തിന് മുഴുവൻ നാണക്കേടായിരിക്കുകയാണ് ഏറ്റവും സുപ്രധാനമായ നീറ്റ് പരീക്ഷ ചോർന്നത്. നമ്മളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാരെയും ദന്തിസ്റ്റുകളെയും വാർത്തെടുക്കാനുള്ള ഈ പരീക്ഷകൾ എൻട്രൻസ് പരീക്ഷ ട്രെയിനിങ് മാഫിയകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് നാണക്കേടും വേദനാജനകവുമാണ്.